ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ പാർട്ട് 1 ദ ബേബി ഇൻ യെല്ലോ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ആണ്, അതായത് ബാക്കി ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു വൈഫൈ, ഞാൻ ഈ കളിക്കുന്ന വൈഫൈ പറഞ്ഞു അവിടെ ആഡ് വന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇതൊക്കെ എനിക്കറിയില്ല. ഞാൻ ആദ്യമേ കളിച്ചിരുന്നു. പിന്നെ ഈ ഒരു ഇതുവരെ നമ്മൾ കളിച്ചിട്ടുണ്ട്. എന്നാലും ഇത് ബാക്ക് അടിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നാണ്. അപ്സ്റ്റേഴ്സിൽ പോകരുതെന്ന് പറയും, പക്ഷെ നമ്മൾ പോകണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, റാബിറ്റിൻ്റെ ആ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു ചിഹ്നം വരുമല്ലോ, ഒന്ന് ടാപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ഏവോ മാക്സിക്ക് കാണും റാബിറ്റ് ചിഹ്നം, അപ്പോഴാണ് വരിക, അല്ലാതെ വരില്ല. ഓക്കെ, അതുപോലത്തെ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിനകത്ത് വീട്ടിലെന്നാണ് ഈ ഒരു റാബിറ്റ് പറഞ്ഞത്. ഇങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, എന്താണ് പിക്സ് മാഡ്നസ് ക്വിക്ക്ലി ടുവേർഡ്സ് ദ എക്സിറ്റ് ദ ടൈനി റാബിറ്റ് ഹോപ്പൺ. എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഇതിനകത്ത് ഇഷ്ടമൊന്നുമില്ല. എന്നാലും എന്നോ എന്നാണ് ഇഷ്ടം നോക്കാത്തത്. ഫസ്റ്റ് തന്നെ ടെസ്റ്റും കളിച്ചു കഴിഞ്ഞാണ് എനിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. Find another elevator, follow the white rabbit. ഇത് ലോക്കായി. ഇനി നമ്മൾ ബേബിൻ്റെ കയ്യിൽ നിന്ന് ആ കീ വാങ്ങണം കേട്ടോ. അപ്പോൾ ബേബി എന്തായാലും അതിൽ തരില്ല കേട്ടോ. ഇല്ലല്ലേ, ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ ബേബി, ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അത് ബേബിനെ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇന്നും തരില്ല. ഈ മൂന്ന് ഞാൻ ഈ പിയാനോയിലേക്ക് ഫിറ്റ് ചെയ്യണം, അതായത് ഇത് ചെയ്യണം. എന്നാൽ നമുക്ക് അതിനുള്ള ഒരു കാസറ്റ് കിട്ടും. ആ കാസറ്റ്, ആ പാട്ട് കേട്ടാൽ ബേബി ഇത് വന്നാലും നമുക്കത് എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെയാണ് ആ 3 പിയാനോൻ്റെ പേപ്പേഴ്സ്, അതായത് ആ മ്യൂസിക്കിൻ്റെ അത് എഴുതിയത് ഇതിലാണ് കേട്ടോ. അപ്പം ഇത് നമ്മളിവിടെ വെക്കണം. 3 പേപ്പർ ഞാൻ വെച്ചു. പ്ലേ പിയാനോ, ഈ പിയാനോ നമ്മളിപ്പോൾ പ്ലേ ചെയ്യണം. ബേബി വന്നു, എന്നാലും പിടിക്കാൻ പറ്റില്ല. അതിലൊരു വയ്യുണ്ട്, അതിൽ ഒരു സീക്രട്ട് ഡോറൊക്കെ ഉണ്ട്. അതിലൊക്കെ കേട്ട് പോയാലും അത് കിട്ടുള്ളൂ. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. ബേബി കുറച്ചുപോയി, അപ്പോൾ ബേബിക്ക് തരില്ല കേട്ടോ. ഇവിടെ ഒരു സ്വിച്ചിന് പ്ലസ് സീക്രട്ട് ഇതാണ്. നമുക്കിത് ഇതിലോട്ട് പോകാം. സ്റ്റേജ് പേടിപ്പിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും, ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ പേടിക്കുന്നത് വേണ്ട കേട്ടോ. സൗണ്ടൊക്കെ കേൾക്കുന്നത് തോന്നാണ്, പക്ഷെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പാട്ടൊക്കെ ചെറുതായിട്ട് പേടിക്കുന്നത്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് റിയലൊന്നും അല്ലല്ലോ. ഈ ഗെയിം ഞാൻ നിങ്ങൾക്ക് കളിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റക്കാണുള്ളത് കേട്ടോ. എൻ്റെ ഉമ്മയായാലും ഉമ്മാമയായാലും എല്ലാവരും തന്നെ മരിച്ചെടുത്ത് പോയിരിക്കുകയാണ്. ഒരു മരിച്ചുകൊണ്ട് അവരുടെ വീട്ടിൽ പോയിക്കാണ് ഇങ്ങനെയാണ് വെച്ചത്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങളുടെ ഒറ്റക്കാണ് ഗൈസ്. അപ്പോൾ ആ ഒറ്റക്കെതിരാണ് ഈ ഗെയിം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറുതായിട്ട് പേടിയൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ബേബിയുടെ കയ്യിൽ നിങ്ങൾ വാങ്ങുക, പാട്ട് ചെയ്യുക. അതിൻ്റെ പാട്ട് തീരെ ഇഷ്ടമല്ല കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് ഇങ്ങനെ പോവുക. അൺലോക്ക് ചെയ്തില്ല. ഈ എലവേറ്റർ വർക്ക് ചെയ്യില്ല. നമ്മൾ കൊള്ളുമ്പോൾ പവറിൻ്റെ ഇത് പോയിരിക്കുകയാണ്. ഈ റാബിറ്റിനെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യണം കേട്ടോ.
പവറും ബാറ്ററിയുടെ ഉണ്ട്. ബ്ലൂ ബാറ്ററി ഇത് ഇവിടെ ആയിട്ടാണ് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ പിങ്ക് ബാറ്ററി ഇത് ഇവിടെയാണ് ഉള്ളത് കേട്ടോ. ബേബി സമ്മതിക്കില്ല കേട്ടോ അതിന്. ഇതാണ് അവസ്ഥ, ബേബി സമ്മതിക്കില്ല. അപ്പോൾ ഒരു ബേബീനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടണം കേട്ടോ. അതിനൊരു പാസ്വേഡ് ഇടണം. ആ പാസ്വേഡ് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ എനിക്ക് കാണിച്ചത് പാസ്വേഡ് എവിടെയുണ്ടാണ്. 4 നമ്പറാണ്. 2 നമ്പർ ഇത് എവിടെയുണ്ട്, 43 അതവിടെയുണ്ട്. പിന്നെ ഒരു നമ്പർ ഇവിടെയുണ്ട് 17. അപ്പം 43 17 ആണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കേണ്ടത് നമ്പർ. തുറന്നു ഗൈസ്. ബേബി ഗോസ്റ്റാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു ബേബി ഒന്നുമില്ല, അതൊരു ഗോസ്റ്റാണ്. കൊടുത്തു ഇവിടെ നോക്കിണ്ടാക്കണം കേട്ടോ. ഇതാണ് അവസ്ഥ. ഒരു പേടിയൊന്നും പേടിക്കും. The exit, don't leave me alone, stay here, stay forever. ഇങ്ങനെയാണ് കാണുക. അതായത് നമ്മൾ എക്സിറ്റിൻ്റെ അകത്തോട്ട് എത്താനായി. അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത് കേട്ടോ. നമ്മുടെ റൂമിലെത്തുകയാണ്. ബേബിനെ ഫീഡ് ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ റൂമൊക്കെ ഇപ്പം തലതിരിഞ്ഞിട്ടാണ് കേട്ടോ. അതായത് നമ്മുടെ ടോയ്ലറ്റ് ഇടുന്ന സ്ഥലത്ത് നമ്മുടെ കിച്ചൺ ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ടോയ്ലറ്റുമാണ് ഇരിക്കുന്നത് കേട്ടോ. നമ്മളെ ബേബിക്ക് ഫീഡ് ചെയ്യണം കേട്ടോ. ബേബി പിന്നെ ഇതാക്കി കേട്ടോ പാട്ട്. അതൊരു ഇറിറ്റേറ്റിംഗ് ആണ്. അപ്പോൾ ബേബിനെ ഇടയ്ക്ക് എടുത്ത് ബേബി പമ്പസ് ഇടണം. അതൊക്കെ പോയി കേട്ടോ. ഇതിങ്ങനെയാണ് കളിപ്പിക്കുക. അതുകൊണ്ട് ബേബീനെ ഇവിടുന്ന് ഇതിട്ടതിന് ശേഷം മൈൻഡ് ചെയ്യണം നിങ്ങൾ കേട്ടോ. പിന്നെ ഫീഡ് നൽകും, പിന്നെ ഇതുപോലെ സോഫയും കെട്ടിട്ടൊരു ഇതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കീ ഉണ്ട് കേട്ടോ. ഈ കീ എടുക്കണം. അല്ലേ, എന്നിട്ട് ഇവിടെ ഒരു ഡോർ കാണിക്കും. ഇത് തുറക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് ഈ ഒരു ഭാഗത്തും. അത് മാത്രമല്ല ഈ ഒരു ഭാഗത്തും അല്ല, ബേബി ഇവിടെ ഇന്നെന്തായാലും എടുത്തേ പറ്റും കേട്ടോ. നേരെ പൊയ്ക്കോളൂ. നമ്മളിപ്പോൾ 1ാം നിലയിലാണല്ലോ കേട്ടോ. ബേബി അതുപോലത്തെ ഒരു ബേബിയാണ്. 7ാം നിലയിലുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എത്തി കേട്ടോ. ബേബിനെ ഈ വീട്ടിലേക്ക്
ബേബി പിന്നെ മിക്കതുപോലെ ബേബീനെ എടുക്കാതിരിക്കട്ടെ കേട്ടോ. എടുക്കുക തന്നെ ചെയ്യണം കേട്ടോ. എടുക്കുക തന്നെ ചെയ്യണം. മൂന്നാമത്തെ പ്രാവശ്യം എടുക്കാൻ പാടില്ല കേട്ടോ. മൂന്നാമത്തെ പ്രാവശ്യം എടുത്താൽ നമുക്കൊന്ന് തിരിയും കേട്ടോ. പേടിയൊക്കെ തോന്നും. നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മൾ പെൺകുട്ടികളെന്ന് വെച്ചാൽ നമ്മൾ പേടിക്കാൻ പാടില്ല കേട്ടോ ഗൈസ്. എന്നിട്ട് സിമ്പിളാണ്. ബേബി എൻ്റെ ഉൾപ്പെട്ട് ഇത് ബേബീൻ്റെ പണിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ വാല് പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് നോക്കിയിരിക്കുന്നത്. ഇങ്ങനത്തെ സൗണ്ടൊന്നും വരുമ്പോൾ ഇത് പേടിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്കുന്നുണ്ടാണ് ഞാൻ ഇവിടുന്ന് കാണുന്നത് കേട്ടോ. ബേബീനെ എടുക്കരുത് കേട്ടോ. അവിടെ ഡോണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ബേബീനെ എടുക്കാൻ പാടില്ല. ബേബി പേടിക്കുക ചെയ്യുന്നത് അതുപോലെ വെടികിട്ട പോലെ വരും. എന്നാണ് കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. ബേബീനെ മാന്തിയാൽ ഇനി എടുക്കാനേ പാടില്ല. ഓക്കെ, നമ്മളെ ഇതാ ബേബീനെ ആ ടി വിയിലേക്ക് നോക്കാൻ പാടില്ല കേട്ടോ. ഞാൻ മുകളിലോട്ട് നോക്കിയിട്ടാണ്. മുകളിലോട്ട് താഴോട്ട് എനിക്ക് പേടിയാണ്. നോക്കരുത് നോക്കരുത് ബേബി നമുക്ക് ഇങ്ങനെയൊക്കെ നോക്കിയത് ചെയ്യരുത്. ഇങ്ങനെ അങ്ങ് പോകണം കേട്ടോ. നമ്മൾ പേടിപ്പിക്കാൻ പാടുണ്ട് സൈഡിൽ നിന്ന്. പക്ഷേ നമ്മൾ പേടിക്കാൻ പാടില്ല. അങ്ങനെ അതുപോലത്തെ പേടിപ്പിക്കലുണ്ടാവും. അതൊന്നും കണ്ട് പേടിക്കാൻ പാടില്ല. ഇവിടെ ബേബി എന്തോ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തോ പണി വരാൻ പോകുന്നുണ്ട്. ഇവിടെ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് ഒരു മാതിരി പറയുന്നത് കേട്ടോ. അതാണ് തോന്നുന്നു. ഇതാണ് ബേബിയുടെ സ്കൂളിലെ രൂപം കേട്ടോ. ഇതിനെ എടുക്കണം. ബേബീനെ തൊട്ടിലിടാൻ പാടില്ല. അപ്പോൾ ഇട്ടാൽ ബേബി ഡാർക്കാവും കേട്ടോ. ബേബീനെ നമ്മൾ പിടിക്കണം. അതുകൊണ്ട് ബേബീനെ മൈൻഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നേരെ കൊണ്ടുപോയി ഇടണം. ഗോസ്റ്റാണ് ബേബി. ഇവിടെ നിർത്തുമ്പോൾ എനിക്കൊരു സ്ലോ ആയി പോകും കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളവിടെ കണ്ടല്ലോ, അത് ഗോസ്റ്റ് പിന്നെയും വരും കേട്ടോ. പിന്നെയും വരുന്നത് ആ എലവേറ്റർ നിന്ന് ഇപ്പം ആ ഗോസ്റ്റ് വരുത്തുണ്ടാവും. ബേബിയുടെ മോനുണ്ടാവും. നമ്മളത് കാര്യമൊക്കെ ഞാൻ എൻ്റെ മൂട്ടിക്ക് എടുത്ത് കേട്ടോ. പെട്ടെന്ന് ഞാൻ വിരിച്ച് നമ്മൾ എക്സിറ്റിലേക്ക് കാണുന്നു കേട്ടോ. ഇത് ഇനിയും പാർട്ടുണ്ട്. അപ്പോൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.